जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील ശരി പ്രഭു പറഞ്ഞു, പ്രഭുപാദ് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അങ്ങയുടെ ഒരു മൂർത്തി ഞാൻ പൂജിച്ചോട്ടെ, ആരാധിച്ചോട്ടെ എന്നുള്ള ഇത് പറഞ്ഞു. എന്നാൽ പ്രഭുപാദിന്റെ മുഖം ഒന്ന് സ്ക്രൂഡായി എന്നാണ് അതിനത് പറയുന്നത്. പ്രഭുപാദ് പറഞ്ഞു എന്തിനാ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഹരിശേരി പ്രഭു പറഞ്ഞു എനിക്ക് കുറെ ഈ ഡ്രസ്സിങ്ങും ഇതെല്ലാം ഉണ്ട്, അപ്പൊ എനിക്ക് അത് ചെയ്യാൻ പറ്റും, ഫ്രീ ടൈമിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം ഹരിശേരി പ്രഭുപാദ് പറഞ്ഞു നീ ഇപ്പൊ ചെയ്യുന്നത് തന്നെ എന്റെ പേഴ്സണൽ സർവീസ് ചെയ്യുന്നുണ്ട്, അതോടുകൂടി നീ ഫ്രീ ടൈം വരുമ്പോൾ നീ ഓസ്ട്രേലിയയിലെ GBCയുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അപ്പം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസ് എന്ന് പ്രഭുപാദ് പറഞ്ഞു. ഇപ്പം നീ അത് ചെയ്യണ്ട, ഞാൻ മരിച്ചതിന് ശേഷം നിനക്ക് ആ മൂർത്തിയെ ആരാധിക്കാമെന്ന് ഹരിശേരി പ്രഭുവിനോട് പറഞ്ഞു. അപ്പൊ ഹരിശേരി പ്രഭു അതിനകത്ത് അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം പറയുന്നത് ഒരു ആത്മീയ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാണി സേവയാണ് അദ്ദേഹത്തിന്റെ വബു സേവയെക്കാട്ടിലും പ്രാധാന്യം. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സർവീസിനെക്കാട്ടിലും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം എന്നുള്ള കാര്യം അതിൽ നിന്ന് പ്രഭുപാദ് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു എന്ന്